മേലിൽ എന്നോട് ചോദിക്കാതെ നീ നമ്മുടെ തറവാട്ടിലേക്ക് പോരുത്. അവിടെ നിന്നെ വളർത്തി വഷളാക്കിയ 2 ജന്മങ്ങളുണ്ട്. കൂട്ടത്തിൽ നിന്റെ അമ്മയുണ്ടല്ലോ. എന്റെ അമ്മ ഇവളെ വളർത്തിയിട്ടില്ല. എന്റെ അമ്മ പറയുന്നത് കേട്ട് ഇവള് നടന്നിട്ടുമില്ല. മോളെ, വീട്ടിൽ പോയിട്ട് നിന്റെ അച്ഛനും മുത്തശ്ശി ഒന്നും പറഞ്ഞില്ലേ? അവരെന്ത് പറയാനാ? ഇനി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഞാനായിരിക്കും. അതിവളും ഇവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ അനുസരിക്കണം. വാടി ഇങ്ങോട്ട്. എടാ, എന്താടാ ഇതൊക്കെ? എനിക്കറിയില്ല. മഹാലക്ഷ്മിയുടെ മുന്നിൽ കരുണ ഇതുപോലെ തലതാഴ്ത്തി നിൽക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടമ്മേ. അറിയാലോ നിങ്ങൾക്ക്, എന്റെ മോളെ അടുക്കളക്കാരിയാക്കാനല്ല ഞാൻ അങ്ങോട്ട് വിട്ടത്. എടാ പ്രതാപ, നീ ഒന്ന് അടങ്ങടാ. ഇപ്പൊ അവര് പറയുന്നൊക്കെ നിന്റെ മോള് കേട്ടില്ലെങ്കിൽ നീ അകത്തു പോകും. ഞാൻ അകത്തു പോയാലേ നിങ്ങളും കൂടെ അങ്ങ് വരും. നിങ്ങളാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് ഞാൻ എല്ലാവരോടും പറയും. എടാ, നമുക്കാർക്കും പരിക്ക് പറ്റാതിരിക്കാനാ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പറ്റില്ല വാമേട്ടാ, എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാനാണ് കണ്ണന്റെ അച്ഛനെ കൊന്നതെന്ന് അവനറിയുമ്പോ എന്നെ ജയിലിൽ കിടത്തുന്നായിരുന്നു ഞാൻ കരുതിയേ. പക്ഷെ അവൻ അതല്ല ചെയ്തേ. അതിനേക്കാളും എന്നെ വേദനിപ്പിക്കാനുള്ള മാർഗമാണ് അവൻ കണ്ടെത്തിയത്. അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. എടാ, നീ ഇപ്പോ നിന്റെ മോളെ കഷ്ടപ്പെടുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ. അവളിപ്പോ ഒരു വീട് നോക്കുകയല്ലേ, പാചകം പഠിക്കുകയല്ലേ. അതൊക്കെ ഭാവിയിൽ അവർക്ക് ഗുണം ചെയ്യൂടാ. എങ്ങനെ ഗുണം ചെയ്യുമെന്നാ ഒന്ന് പറഞ്ഞു തന്നെ. നാളെ ഉണ്ണിക്ക് വെച്ചുകൊള്ളുമെന്ന വെറും ഒരു ഭാര്യ, അങ്ങനെ തരം തരണോ എന്റെ കൊച്ചല്ലേ? എടാ, ഭർത്താവിന് ഭാര്യ വെച്ചു വിളമ്പെന്ന് അത്ര കുറച്ചിലുള്ള കാര്യമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാ. എന്റെ മോളുടെ മുഖത്ത് കരിവാരി തേക്കായിരിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു ജോലിക്കാരെ വെച്ചു കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാ. അല്ലെങ്കിൽ ഉണ്ണിയുടെ അമ്മയുണ്ടല്ലോ, അവരല്ലേ ഇതുവരെ അവിടെയുള്ള ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ. പിന്നെ എന്തിനാ മനഃപൂർവ്വം എന്റെ മോളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ? അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്നെ കൊന്ന് നിലവിളിക്കുക എന്റെ അമ്മ. ലക്ഷ്മിക്ക് എങ്ങനെ അതിനുള്ള ധൈര്യം വന്നെന്നാ ഞാൻ ആലോചിക്കുന്നേ. അവരുടെ കോട്ടിലാടാ ഇപ്പൊ പന്ത്. ആയിക്കോട്ടെ, പക്ഷെ ഉണ്ടല്ലോ, എന്റെ മോളുടെ കണ്ണീരിന് അവൾ അനുഭവിക്കേണ്ടി വരും വാമേടാ. ഞാൻ ചെയ്ത തെറ്റിന് എന്നെ കരയിപ്പിക്കുന്ന കണ്ണം പറഞ്ഞല്ലോ, എന്നാ അവനും ഇനി കരയും വാമേടാ. നീ എന്തുവാടാ ചെയ്യാൻ പോകുന്നേ? ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. എന്റെ മോൾക്കുണ്ടാവുന്ന ഓരോ തിരിച്ചടിക്കും അതിന് കാരണക്കാരായ കണ്ണനും ലക്ഷ്മിക്കും മറുപടി കൊടുക്കാൻ പോവാ വാമേട്ടാ. എന്നായാലും എപ്പോഴാണെങ്കിലും അവൻ എന്നെ ജയിലിൽ കയറ്റും. എന്നാ പിന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കുറ്റം കൂടി അതിൻ്റെ കൂടെ ചേർക്കട്ടെ. എന്നാലും ശരി, ഇനി കണക്ക് ചോദിച്ചേ പറ്റൂ.